സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന വേതനം ഉടൻ വിതരണം ചെയ്യണമെന്ന് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ. പരിഹാരമായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുൻപിൽ പട്ടിണി സമരം ആരംഭിക്കുമെന്നും അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 തരം പാലിയേറ്റീവ് മേഖലയുണ്ട്. ഒന്ന്, സന്നദ്ധ സംഘടന നടത്തുന്ന പാലിയേറ്റീവ് കെയർ സെന്ററുകളുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സന്നദ്ധ സംഘടനകൾ പിരിവെടുത്ത് അവരുടെ വീതമായിട്ടാണ് ശമ്പളം കൊടുക്കാറുള്ളത്. പിന്നെ ഒന്ന്, NHM എന്ന് പറയുന്ന നാഷണൽ ലെവലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് നിയമിക്കുന്ന നഴ്സുമാരുണ്ട്. അവര് ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ പാലിയേറ്റീവ് നഴ്സുമാരെ ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അത് ഗവൺമെന്റ് സ്റ്റാഫാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകൾ 20,000 പോപ്പുലേഷന് ഒരു നഴ്സ് എന്ന രീതിയിൽ, ഒരു യൂണിറ്റ് എന്ന രീതിയിൽ, 20,000-ൽ കൂടുതലുണ്ടെങ്കിൽ 2 യൂണിറ്റ് എന്ന രീതിയിൽ പഞ്ചായത്തുകൾ നിയമിക്കപ്പെടുന്ന ഗവൺമെന്റ് ലെവൽ ശമ്പളം ഓണറോറിയം അനുവദിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേന എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം 19 വർഷമായി ഈ സംവിധാനം നിലവിൽ വന്നിട്ട്, ഈ പാലിയേറ്റീവ് കെയർ സംവിധാനം. ഈ 19 വർഷത്തെ ഇടയിൽ എല്ലാ വർഷവും കരാർ പുതുക്കി താൽക്കാലികക്കാരായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ഇവരുടെ സ്ഥിര നിയമനം നടത്താൻ ഒരു ഗവൺമെന്റുകൾ, മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആരും തന്നെ തയ്യാറാക്കില്ല. കേരളത്തിലെ ആകെ 3,000-4,000 ഇടയിലുള്ള ഈ പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ളത് ഒരുപാട് കാലത്തെ ആവശ്യമാണ്. കാരണം രോഗികളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു വിഭാഗമാണ് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ. മറ്റു ഞാൻ നേരത്തെ പറഞ്ഞ NHM എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഇവരെ ഫോളോ അപ്പ് ചെയ്താൽ മതി, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ രോഗികളുമായി കൂടുതൽ ഇടപഴകുന്നത് ഈ പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാരാണ്. അത് നിപ വന്നാലും കോവിഡ് വന്നാലൊക്കെ നമ്മൾ കണ്ടതാണ്. 3 മീറ്റർ അകലത്തിൽ ഡോക്ടർമാർ വരെ രോഗികളെ പരിശോധിച്ചിരുന്ന കാലത്ത് രോഗികളെ അടുത്ത് ചെന്ന് അവരെ കുളിപ്പിക്കുവാനും മുറിവ് കെട്ടാനും അവരുടെ പരിചരണത്തിനും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് ഒരുപാട് കോവിഡ് രോഗികൾ ഉണ്ടായി. നിപ രോഗം ബാധിച്ച ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ. 7 മാസത്തിലേറെയായി വേതനം ലഭിക്കാത്തതിനാൽ നിരവധി നഴ്സുമാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇത് പാലിയേറ്റീവ് സേവനങ്ങളെ തന്നെ അവതാളത്തിലാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലാസ്റ്റ് ഗഡു പ്ലാൻ ഫണ്ട് പഞ്ചായത്തുകളിലേക്ക് ലഭിക്കാത്തത് മൂലം അതിൽ നിന്നാണ് നമുക്ക് ഈ ഓണറേറിയം കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ ഗഡു ലഭിക്കാത്തത് മൂലമാണ് മുഴുവൻ പഞ്ചായത്തിൽ ഡിസംബർ മുതലുള്ള ഓണറേറിയം മുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് മുതൽ ചില പഞ്ചായത്തുകൾ മാത്രം അവരുടെ തനത് ഫണ്ടിൽ നിന്നും, അതുപോലെ FSCകളാണെങ്കിൽ അവരുടെ HMC ഫണ്ടിൽ നിന്നൊക്കെ നഴ്സിന്റെ ഓണറേറിയം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അത് ദുർലഭം ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പ്ലാൻ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ പാലിയേറ്റീവ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ഇപ്പോഴും കരാർ അടിസ്ഥാനത്തിൽ നിയമനം തുടരുന്നതിനാൽ തൊഴിൽ സുരക്ഷയും ഉറപ്പില്ല. 10 വർഷത്തിലധികം സേവനം പൂർത്തിയാക്കിയ നഴ്സുമാരെ സ്ഥിരപ്പെടുത്തുകയും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് കളത്തിങ്ങൽപ്പാറ, ജനറൽ സെക്രട്ടറി PT സുനിത, ഭാരവാഹികളായ വനജ കണ്ണമംഗലം, അമ്പിളി ബാബുരാജ്, V സുമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.